ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നാളെ ദേശീയ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. SFI ASF സംഘടനകളാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. ഈ വാർത്ത മണിക്കൂറുകൾക്ക് മുമ്പേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ചോദ്യം ഇതാണ്: നാളെ സ്കൂൾ ഉണ്ടോ സാർ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാനാണ് എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അതിനു മുമ്പേ നിങ്ങൾ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തിനാണ് ഈ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്, എപ്പോഴായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. നാളെ ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പ് മുടക്കുമെന്ന് ഇടത് വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചിരിക്കുകയാണ്. SFI ASF ഐസ തുടങ്ങിയ സംഘടനകളാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് ഉന്നയിച്ചാണ് വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്നത്. നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം. പഠിപ്പ് മുടക്കിന് പിന്നാലെ നാളെ രാജ്ഭവൻ മാർച്ചും ASFI പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവകലാശാല പ്രതിനിധികളില്ലാതെ VC നിർണയത്തിനായി സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കിയ ഗവർണർക്കെതിരെയും SFI പ്രതിഷേധമുണ്ട്. ഇന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ജന്തർ മന്ദറിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയത്. നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുക, നരേന്ദ്രമോദി സർക്കാർ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തുക, നെറ്റ് പരീക്ഷകളുടെ ക്രമക്കേട് പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് സമരം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് +1 +2 കഴിഞ്ഞ ഡിഗ്രി ഈ ഒരു ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്ന സമയത്ത് +1 +2 റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്കും ഈ ബന്ദിൽ ഒരു ബന്ധമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നാളെ സ്കൂൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും ഈ ബന്ദ് എഫക്റ്റ് ചെയ്യപ്പെടില്ല. കാരണം നിങ്ങളുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അല്ല ഇത്. ഇനി രണ്ടാമത് +1 +2 ആയിട്ട് ബന്ധപ്പെട്ട കുട്ടികളായിട്ട് റിലേറ്റ് ചെയ്തതാണല്ലോ നീറ്റ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സ്കൂൾ ഉണ്ടാവുമോ സാർ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നാളെ നിങ്ങൾ സ്കൂളിൽ പോയിട്ടേ കിട്ടുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ രാവിലെ 9 മണിക്ക് നിങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഈ SFIയുടെയോ ASFിൻ്റെയോ റിലേറ്റഡ് ആയിട്ടുള്ള സംഘടനാ നേതാക്കൾ വന്നിട്ട് നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് പ്രിൻസിപ്പാളുമായിട്ട് സംസാരിച്ചതിന് ശേഷം കുട്ടികളെ പുറത്തേക്ക് ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ഉണ്ടാവില്ല, നിങ്ങളോട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറയും. ഇനി അതല്ല, നിങ്ങളുടെ സ്കൂളിനടുത്ത് SFIൻ്റെയോ അല്ലെങ്കിൽ ASFിൻ്റെയോ ഒരു നേതാക്കളും ഇല്ലെങ്കിൽ, ഇനി ഉണ്ടായിട്ടും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളുണ്ട്. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ ബന്ദ് എന്നത് ലീവല്ല, അത് പിന്നെ ഒരു എന്താ മാസ് ബങ്കാണത്. നേരെ മറിച്ച് സ്കൂളുകാർ വരികയാണെങ്കിൽ ഹർത്താലാണ്, ബസ്സുകൾ ഓടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന ഒരു സാഹചര്യത്തിലാണ് എന്തുണ്ടാവുക, അവധി പ്രഖ്യാപിക്കുക. അപ്പോൾ നാളെ നിങ്ങൾക്ക് എന്തായാലും സ്കൂളുണ്ട് എന്ന് തന്നെ. +2 വരെയുള്ള കുട്ടികൾക്ക് നാളെ ശരിക്കും സ്കൂളുണ്ട്. +1 +2 പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ ചെന്നതിന് ശേഷം അവിടെ ഒരു പ്രശ്നങ്ങളിലേക്കൊക്കെ SFI പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ ആര് പറയും? നിങ്ങളുടെ സ്കൂൾ അധികൃതർ പറയും. നേരെ മറിച്ച് നേരത്തെ നാളെ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് പ്രിൻസിപ്പാൾ എന്നെ നിങ്ങളെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടാവും, സ്കൂൾ ടീച്ചർ എന്നെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടാവും, മക്കളെ നാളെ നിങ്ങൾക്ക് സ്കൂൾ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അല്ലാതെ പൂർണ്ണമായിട്ടും അവധിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നാളെ സാധാരണ പോലെയുള്ള ഒരു വ്യാഴാഴ്ച ദിവസമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. നേരത്തെ KSU ഇതുപോലെ വിദ്യാഭ്യാസ ബന്ദ് കേരളത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കറിയാലോ. അന്ന് എല്ലാ സ്കൂളുകളും പ്രവർത്തിച്ചിട്ടുണ്ടെന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക. സോ നാളെ സ്കൂള് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.